ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പ്രിപ്പറേഷൻ CVT വേണ്ടിയുള്ള പ്രിപ്പറേഷനും അതുപോലെ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും ഒക്കെ നന്നായി പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഇഫ് യു ഗൈസ് റിമെമ്പർ, ഞാൻ വെക്ടർ ആൾജിബ്ര ആണ് എടുത്തിരുന്നത് അല്ലെ. അപ്പൊ വെക്ടർ ആൾജിബ്രന്റെ ഒരു കോൺസെപ്റ്റ്സ് ലൈക്ക് ദാറ്റ്സ് എ ബേസിക് ഐഡിയ ദാറ്റ് യു ഹാവ് ടു ഹാവ് ബിഫോർ സ്റ്റഡിങ് 3 dimensional ജോമെട്രി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 dimensional ജോമെട്രി ആണ്. അപ്പോൾ നമ്മുടെ ഞാൻ ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് എടുത്തപ്പോൾ എല്ലാ ചാപ്റ്ററിനും എത്രയൊക്കെ വെയിറ്റേജ് വരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ 3Dന്ന് അത്യാവശ്യം 3 to 4 ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അതും നല്ല അത്രയും ഡയറക്റ്റ് അല്ലെങ്കിലും ഇച്ചിരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 3Dന്ന് വരാം. കുറച്ച് ലോജിക്കലി ആലോചിച്ചാൽ മതി. ഓക്കെ, so again myself Gayatri Menon. So today we're gonna study some parts of 3D, okay, in this video, in this class, sorry. So we can start. അപ്പോ 3Dയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓക്കെ, ബേസിക് കാര്യങ്ങൾ 3Dയുടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മള് കാർട്ടീഷ്യൻ പ്ലെയിൻ പഠിച്ചിട്ടുണ്ട്. എത്ര? 2 കോർഡിനേറ്റിൽ അല്ലെ. ഒരു X കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു Y കോർഡിനേറ്റ് ഉണ്ടാവും. അങ്ങനെ അതിനെ 2D എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാർട്ടീഷ്യൻ പ്ലെയിനില് നമ്മൾ എങ്ങനെയാണ് ഒരു കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്? X, Y എന്ന ഫോർമാറ്റിലാണ്. X, Y എന്ന ഫോർമാറ്റിലാണ് നമ്മൾ 2Dയില് കോർഡിനേറ്റ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഓർഡേർഡ് പെയർ ആയിട്ട് അല്ലെ. ഇവിടെ 3Dയിൽ വരുമ്പോ നമുക്ക് എത്ര ആക്സിസ് ഉണ്ട്? 3 ആക്സിസ് ഉണ്ട്, വിച്ച് ഈസ് X ആക്സിസ്, Y ആക്സിസ് ആൻഡ് Z ആക്സിസ്. ഇതാണ് നമ്മുടെ 3 ആക്സിസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. അപ്പോ 3Dയില് കോർഡിനേറ്റ്സിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടാവുമല്ലോ, ഒബ്വിയസ്ലി ഉണ്ടാവില്ലേ. ആ ഒരു ഫോർമാറ്റ് ആണ് X, Y, Z. X, Y, Z എന്ന ഒരു ഫോർമാറ്റിലാണ് നമ്മള് 3Dയിലെ കോർഡിനേറ്റ്സിനെ എക്സ്പ്രസ് ചെയ്യാട്ടോ. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം X ആക്സിസും Y ആക്സിസും കവർ ചെയ്യുന്ന പ്ലെയിൻ എന്താ പറയാ? XY പ്ലെയിൻ. pretty much clear. അതുപോലെ തന്നെ Y ആക്സിസും Z ആക്സിസും കവർ ചെയ്യുന്നതോ YZ പ്ലെയിൻ. അതുപോലെ X ഉം Z ആണെങ്കിൽ XZ പ്ലെയിൻ. 3 പ്ലെയിൻസ് ആണ് നമ്മൾക്ക് 3 dimensional ജോമെട്രിയിൽ ഉണ്ടാവുക. ഓൾറൈറ്റ്. ഇനി X ആക്സിസ് ഇവിടെ കാണാം. X ആക്സിസിലെ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് X,0,0 എന്നാണ്. എന്താണ്? X ആക്സിസിൽ X മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ബാക്കി 2 ആക്സിസും 0 അല്ലെ. അതുപോലെ തന്നെ Y ആക്സിസിലെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 0,Y,0 എന്നും Z ആക്സിസിലെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 0,0,Z എന്നും. ഓൾറൈറ്റ്, ഇത്ര മനസ്സിലായില്ലേ? ഇനി ഇവിടെ നോക്കൂ, എക്സ് വൈ പ്ലെയിനില് Z ഉണ്ടോ? ഇല്ല. അപ്പൊ Z കോർഡിനേറ്റ് ഉറപ്പായിട്ടും 0 ആയിരിക്കും. അപ്പൊ ഒരു Z കോർഡിനേറ്റ് 0 ആയിട്ടുള്ള ഒരു നമുക്കൊരു കോർഡിനേറ്റ് തരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് ഏത് പ്ലെയിനിലാണ് കിടക്കണേ? XY പ്ലെയിനിലാണ്. അതുപോലെ തന്നെ X ഇല്ലെങ്കിൽ അത് YZ പ്ലെയിനിലാണ്, Y ഇല്ലെങ്കിൽ അത് XZ പ്ലെയിനിലാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 3D പഠിക്കണേക്കാട്ടിലും മുന്നേ ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. ഓക്കെ, ഓൾറൈറ്റ്. മനസ്സിലായില്ലേ? മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ് says the distance formula and section formula. അഗൈൻ വെരി ഈസി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ? അതെ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുത്താൽ യു ആർ വെരി ഗുഡ് ടു ഗോ ഇൻ 3D. കുറച്ചും കൂടെ ടോപ്പിക്സ് ന്യൂ ഉണ്ട്, ദാറ്റ് ഐ വിൽ ടീച്ച് യു. ഇറ്റ്സ് വെരി ഈസി ചാപ്റ്റർ. ഓക്കെ, ഡോണ്ട് വറി അറ്റ് ഓൾ. ഇനി ഡിസ്റ്റൻസ് ഫോർമുല എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അപ്പോ നമുക്ക് ഇവിടെ കാണാം ലൈൻ സെഗ്മെന്റ് AB കാണാം. A ഇവിടെ, ബി. AB എന്ന് പറഞ്ഞിട്ട് ലൈൻ സെഗ്മെന്റ്. എന്റെ കോർഡിനേറ്റ്സ് X1, Y1, Z1 ഉം ബിന്റെ കോർഡിനേറ്റ്സ് X2, Y2, Z2 എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പോ ഈ ഒരു ലൈൻ സെഗ്മെന്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ഫോർമുല ഉപയോഗിക്കുക? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കും. ഡിസ്റ്റൻസ് ഫോർമുല എന്താ? D is equal to √X2 - X1 whole square. X2 X1 മൈനസ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ പ്ലസ് Y2 - Y1 whole square പ്ലസ് Z2 - Z1 whole square. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി
സെക്ഷൻ ഫോർമുല എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ എന്ത് ഫോർമുല പഠിക്കുകയാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. വേർ ഇറ്റ് ഇസ് യൂസ്, നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം അത് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന്. സെക്ഷൻ ഫോർമുല എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഒരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട്. ആ ലൈൻ സെഗ്മെന്റിനെ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കുക. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? വേണമെങ്കിൽ നടുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 3/4 ഇവിടെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. അപ്പോ ഒരു പോയിന്റ് ഒരു ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കുക. ഏത് റേഷ്യോയില്? ഒരു റേഷ്യോ വേണമല്ലോ. M:n, സപ്പോസ് ദാറ്റ് M:n റേഷ്യോ ആണെന്ന് വിചാരിക്കുക. എപ്പോഴും മിഡിൽ പോയിന്റ് ആയിട്ടല്ലല്ലോ നമ്മള് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ M:n റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡിവൈഡ് ചെയ്യണ പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ സെക്ഷൻ ഫോർമുല ഉപയോഗിക്കുന്നത്. ഇവിടെ ഫിഗറിൽ കാണാം, AB എന്ന് പറഞ്ഞിട്ട് ലൈൻ സെഗ്മെന്റിനെ D എന്ന് പറയുന്ന പോയിന്റ് ഇന്റേർണലി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, ഇന്റേർണൽ ഡിവിഷൻ ആണ്. ഓക്കെ, ഇന്റേർണൽ ഡിവിഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഇന്റേർണൽ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ ഏത് ഫോർമുലയാ ഉപയോഗിക്കുക? നോക്കൂ, A1 B1 C1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോർഡിനേറ്റ്സ്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? A1 എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്തായിരിക്കും? mx2 പ്ലസ് nx1 അപ്പോൺ m+n. ഈ m1 എന്താ? റേഷ്യോ 1:2 1:4, ഏത് റേഷ്യോ ആണെങ്കിലും. ഓക്കെ, അതുപോലെ തന്നെ B1 എങ്ങനെ കണ്ടുപിടിക്കുക? my2 പ്ലസ് ny1 അപ്പോൺ m+n. C1 എങ്ങനെ കണ്ടുപിടിക്കുക? mz2 പ്ലസ് nz1 അപ്പോൺ m+n. ഇതാണ് സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇനി സപ്പോസ് ദാറ്റ് സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നമുക്ക് കാണാം. ഒരു മിനിറ്റ്, ഇവിടെ നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റ് കാണാൻ പറ്റുന്നില്ലേ? സി എന്ന് പറയുന്ന പോയിന്റ് AB എന്ന ലൈൻ സെഗ്മെന്റിന് പുറമെ അല്ലേ കിടക്കുന്നത്? അല്ലെ? അപ്പൊ അതിനെന്താ പറയാ? അതാണ് എന്ത്? എക്സ്റ്റേണൽ ഡിവിഷൻ. എന്താണ്? എക്സ്റ്റേണൽ ഡിവിഷൻ. എക്സ്റ്റേണൽ ഡിവിഷനിൽ വരുമ്പോ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഈ സെയിം സെക്ഷൻ ഫോർമുലയിൽ നമ്മള് ഇവിടെ ഈ പ്ലസ് ഇട്ടില്ലേ? ഇവിടെ mx2 പ്ലസ് nx1 അപ്പോൾ m+n, my2 പ്ലസ് ny1 എന്നല്ലേ? അപ്പൊ ഈ പ്ലസിന് പകരമൊക്കെ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഈ പ്ലസിന് വരെ ഇവിടെ മൈനസ് ആക്കുക. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഫോർമുല A1 കണ്ടുപിടിക്കാനായിട്ട്? mx2 മൈനസ് nx1 അപ്പോൾ m-n. അതുപോലെ തന്നെ my2 മൈനസ് ny1 അപ്പോൾ m-n. അതുപോലെ mz2 മൈനസ് nz1 അപ്പോൾ m-n. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്റേർണൽ ഡിവിഷനും എക്സ്റ്റേണൽ ഡിവിഷനും കണ്ടുപിടിക്കാവുന്നതാണ്. Alright, I guess this much it's very clear. Moving ahead to the next slide. Okay, ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ സയൻസ്. നിങ്ങൾ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഡയറക്ഷൻ സയൻസ്, ഡയറക്ഷൻ റേഷ്യോസ്. എന്താണ് ആക്ച്വലി ഡയറക്ഷൻ റേഷ്യോസും ഡയറക്ഷൻ സയൻസും എന്നുള്ളത്? ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ, നമ്മള് മാത്സ് പഠിക്കുമ്പോൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്ത് പഠിച്ചാൽ ഭയങ്കര എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ആസ് എ മാത്സ് സ്റ്റുഡന്റ്, മാത്സ് ഓണർ സ്റ്റുഡന്റ്, ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ തലയിൽ ഇങ്ങനെ വി ഷുഡ് തിങ്ക്, ഓക്കെ ഇതാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അത് വരുന്നത്, അപ്പൊ ഇങ്ങനെയായിരിക്കും എന്റെ സൊല്യൂഷൻസ് ആവുന്നത്. വി ഹാവ് ടു ഡ്രോ ദാറ്റ് ലൈൻ ബിറ്റ്വീൻ, ഓക്കെ, നമ്മുടെ നോളജ് ദാറ്റ് വി ഹാവ്, അതുപോലെ വിഷ്വൽ റെപ്രസെന്റേഷൻ. അതിനാണ് ഞാൻ ഇവിടെ ഒരുപാട് ഫിഗേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഗർ നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ നമുക്ക് വൺ സെക്കൻഡ്. ഓൾറൈറ്റ്, ഇവിടെ നമുക്ക് 3D ആണ് എന്തെങ്കിലും, എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസ് ഉണ്ട്. ഇവിടെ എൽ എന്ന് പറയുന്ന ലൈൻ നിങ്ങൾ കാണുന്നില്ലേ? ഇല്ലേ? ഈ എൽ എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്താണ്? എന്തായിരിക്കും ഡയറക്ഷൻ കൊസൈൻസ് എന്നുള്ളത്? സപ്പോസ് ദാറ്റ് നമ്മുടെ ഈ ലൈൻ, ഈ എൽ എന്ന് പറയുന്ന ലൈൻ എക്സ് ആക്സിസിനോട് ഉണ്ടാക്കുന്ന ആംഗിള് ആൽഫയും ബി ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് ബീറ്റയും സെഡ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് ഗാമയും ആണെങ്കിൽ ആ ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്തായിരിക്കും? ഇവിടെ വന്നിട്ടുണ്ട്, എന്തായിരിക്കും? ഇതായിരിക്കും കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ അല്ലേ? അല്ലേ? ആണ്. ഇത്തരം പഠിച്ച മതി. ആൽഫയും ബീറ്റയും ഗാമയാണ് ആംഗിൾസ് എന്നുണ്ടെങ്കിൽ വിച്ച് ദാറ്റ് ലൈൻ മേക്സ് വിത്ത് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ അവരുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്താ? നത്തിങ് ബട്ട് കോസ് ആൽഫ, കോസ് ബീറ്റ ആൻഡ് കോസ് ഗാമ. ഇതായിരിക്കും അവരുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ യൂഷ്വലി ഡയറക്ഷൻ കൊസൈൻസിനെ കോസ് ആൽഫേനെ എൽ എന്നും കോസ് ബീറ്റേനെ എം എന്നും അതുപോലെ കോസ് ഗാമേനെ എൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ് എന്ത്?
L square plus m square plus n square is equal to 1. ഈ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി എന്തായാലും ഉപയോഗിക്കും. ഓക്കെ, 3D എസ്പെഷ്യലി ഐ ഗ്യാരണ്ടി യു ദാറ്റ് ഇഫ് യു സ്റ്റഡി ദിസ് ഫോർമുല യു ക്യാൻ സോൾവ് അറ്റ്ലീസ്റ്റ് ലൈക്ക് വൺ ക്വസ്റ്റ്യൻ വിച്ച് കംസ് ഇൻ CVT. ഓക്കെ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. CVT ഒരു ക്വസ്റ്റ്യൻ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ. 3D ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ 3D ക്വസ്റ്റ്യൻസ്, വെക്ടറിലെ ക്വസ്റ്റ്യൻസ്, അതുപോലെ ലീനിയർ പ്രോഗ്രാമിലെ ക്വസ്റ്റ്യൻസ്, ഇതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ L square plus n square plus m square is equal to 1. അതാണ് ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. പ്രൂഫ് ഒന്നും നോക്കണ്ട, ഇത്രയോടെ സാധിക്കും. ഇനി നമുക്ക് ഒരു ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എ ബി സി ആണ് ഒരു ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഗിവൺ ആണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ്, ഡയറക്ഷൻ റേഷ്യോ എന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അല്ലേ കോസാൽഫ അല്ലേ? അപ്പൊ കോസാൽഫ കണ്ടുപിടിക്കാനായിട്ട് പ്ലസ് ഓർ മൈനസ് എ അപ്പോൺ അണ്ടർ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതുപോലെ കോസ് ബീറ്റ കണ്ടുപിടിക്കാനായിട്ട് എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി അപ്പോൺ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അതുപോലെ തന്നെ എൻ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി അപ്പോൺ അണ്ടർ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഈ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ്, ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ട്, ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂൾ, ഓൾ റൈറ്റ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓൾ റൈറ്റ്, ഇനി നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട് വിചാരിക്കുക. ഇവിടെ നമുക്ക് ഇവിടെ കാണാം ഒരു പോയിന്റ് P(x1, y1, z1) ഒരു പോയിന്റ് Q(x2, y2, z2) ആണ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 പോയിന്റ്സിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്തായിരിക്കും? ഇത് കോസ് ആൽഫ, ഇത് കോസ് ബീറ്റ, ഇത് കോസ് ഗാമ. കോസ് ആൽഫ എങ്ങനെ കണ്ടുപിടിക്കുക? x2 minus x1 upon pq, y2 minus y1 upon pq കോസ് ബീറ്റ, z2 minus z1 upon pq കോസ് ഗാമ. ഈ pq എന്താണ്? ഇപ്പോ PQ is nothing but the distance. ആ ലൈൻ സെഗ്മെന്റ് PQ എന്ന 2 പോയിന്റ്സ് ഉണ്ടാക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ ഡിസ്റ്റൻസ് ആണ് PQ. ഡിസ്റ്റൻസ് ഫോർമുല എന്താ? under root x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. അപ്പൊ 2 പോയിന്റ്സ് ആണ് എങ്ങനെയാ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാന്ന് മനസ്സിലായില്ലേ? ഇനി 2 പോയിന്റ്സ് ആണ് നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 2 പോയിന്റ്സ് ആണെങ്കിൽ. എങ്ങനെയാ കണ്ടുപിടിക്കാം? 2 പോയിന്റ്സ്, സെയിം പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. P(x1, y1, z1) Q(x2, y2, z2) ആണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് x2 minus x1, y2 minus y1, z2 minus z1 ആണ്. ഓക്കെ, അല്ലെങ്കിൽ x1 minus x2, ലൈക്ക് ഇത് വേ കോർഡിനേറ്റ്സ് നമ്മളൊക്കെ എങ്ങനെയാണെങ്കിലും സബ്സ്ട്രാക്ട് ചെയ്യാം. ഓൾറൈറ്റ്, ഇത്രയും വരെ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ 3D ബേസിക്സ് പഠിച്ചു, പിന്നെ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസും ഡയറക്ഷൻ റേഷ്യോസ് എന്താന്ന് പഠിച്ചു, ഡിസ്റ്റൻസ് ഫോർമുലയും സെക്ഷൻ ഫോർമുലയും പഠിച്ചു. പിന്നെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡയറക്ഷൻ കൊസൈൻസും ഡയറക്ഷൻ റേഷ്യോസും കണ്ടുപിടിക്കാന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ ഞാൻ മുകളിൽ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇഫ് 2 lines are perpendicular, 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡയറക്ഷൻ റേഷ്യോസ് A1, B1, C1, A2, B2, C2 ഈ 2 ലൈനുകളുടെ ഡയറക്ഷൻ റേഷ്യോസ് ആണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി അത് സാറ്റിസ്ഫൈ ചെയ്യും. എന്താ പ്രോപ്പർട്ടി? A1, A2 പ്ലസ് B1, B2 പ്ലസ് C1, C2 is equal to 0. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോ 2 ലൈൻ തന്നിട്ട് അവരുടെ സംതിങ് ഹാസ് വി ഹാവ് ടു ഫൈൻഡ് സംതിങ്, നമുക്ക് 2 ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് വി ക്യാൻ ഡ്രോ സം കൺക്ലൂഷൻ, റൈറ്റ്? അപ്പോ ഈ ഒരു ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ്, 2 ലൈൻസിന്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എപ്പോ? ആറ് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ. A1, A2 പ്ലസ് B1, B2 പ്ലസ് C1, C2 is equal to 0. ഇനി 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താ? A1 upon A2 is equal to B1 upon B2 is equal to C1 upon C2. ഇത് അവർ സാറ്റിസ്ഫൈ ചെയ്യും. ഈ 2 പോയിന്റ്സ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഓക്കെ, നമ്മുടെ താരം വന്നു. ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. ഓക്കെ,
ഇക്വേഷൻ ഓഫ് ലൈൻ എന്താണ്? ഒരു ലൈൻ നമ്മള് ഒരു ലൈൻ എങ്ങനെയാ വരയ്ക്കുക? ജോമെട്രിക്കലി നമ്മള് ഗ്രാഫിൽ ലൈൻ വരയ്ക്കുമ്പോൾ ഏതൊരു ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിൽ x=y അല്ലെങ്കിൽ 4x=y 3x=y അല്ലെങ്കിൽ എന്താണെങ്കിലും x=y എന്ന് പറയുന്നത് എന്താ? ഒരു ലൈൻ ആണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് കേട്ടോ. x=y എന്ന ഫോർമാറ്റിൽ എന്തൊരു ഇക്വേഷൻ വന്നാലും ഒരു ലൈൻ തന്നെയാ നമുക്ക് ഗ്രാഫിൽ ഫോം ചെയ്യാൻ പറ്റുക. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ലൈനിന്റെ വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനാണ്. വെറും ഇക്വേഷൻ അല്ല, എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പൊസിഷൻ വെക്ടർ, ഡയറക്ഷൻ വെക്ടർ, ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇനി ആ പോയിന്റ്സും നമ്മള് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്ന ലൈനില്ലേ, ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും അവരുടെ ഡയറക്ഷൻ റേഷ്യോസും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്ടർ ഇക്വേഷൻ ആണ്. വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇസ് ഗിവൺ ബൈ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ വെക്ടർ ബി. ഇവിടെ വെക്ടർ ആർ എന്ന് പറയുന്നത് it's like we are dealing with 3D and we are dealing with vectors. So R is just the general, I might say representation, how we used to that we used to represent a vector equation. Okay, അതാണ് വെക്ടർ. അതുപോലെ നമ്മൾ വെക്ടർ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ, പ്ലെയിന്റെ വെക്ടർ ഇക്വേഷനും പഠിക്കുമ്പോഴും വെക്ടർ ആർ അവിടെ കാണും. സോ വെക്ടർ ആർ ഇസ് യൂണിവേഴ്സൽ. ഓൾറൈറ്റ്, അപ്പൊ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ വെക്ടർ ബി. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ വെക്ടർ ബി. ഇവിടെ വെക്ടർ എ എന്താണ്? വെക്ടർ എ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്. വെക്ടർ ബി എന്ന് പറയുന്നത് ഡയറക്ഷൻ വെക്ടർ ആണ്. എന്താണ് ഈ പൊസിഷൻ വെക്ടറും ഡയറക്ഷൻ വെക്ടറും എന്ന് വെച്ചാൽ? പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ സപ്പോസ് ദാറ്റ് നമുക്കൊരു പോയിന്റ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. സപ്പോസ് എ ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് 2,3,4. ഞാൻ വെക്ടർ ആൾജിബ്ര പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പൊസിഷൻ വെക്ടർ എന്നുള്ളത്. അപ്പോ ഒരു ലൈൻ 2,3,4 കൂടെയാണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? 2i. ഇവിടെ ക്യാപ്പ് ഉണ്ട് കേട്ടോ. Cap it's not necessary that you have to write cap always, because as we are studying like 12th level, it is obvious that it would be I cap, j cap and k cap. Okay, so position vector എന്തായിരിക്കും? 2i cap plus 3j cap plus 4k cap. ഇതാണ് പൊസിഷൻ വെക്ടർ ആയിരിക്കാം. ഡയറക്ഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ടോ? സപ്പോസ് ദാറ്റ് നമുക്കൊരു ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു വേറൊരു ലൈൻ ആണ് വിച്ച് ഇസ് പാരലൽ ടു ദ സെയിം ലൈൻ. സപ്പോസ് ദാറ്റ് നമുക്ക് ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, പക്ഷെ ഡയറക്ഷൻ വെക്ടർ തന്നിട്ടില്ല. ഡയറക്ഷൻ വെക്ടർ തരുന്നതിന് പകരം നമുക്ക് വേറൊരു ലൈൻ, നമ്മുടെ ലൈനിന് പാരലൽ ആയിട്ടുള്ള വേറൊരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ വെക്ടർ ഡയറക്ഷൻ വെക്ടർ തന്നിട്ടുണ്ട്, വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ എന്താന്ന് പറയാ ചെയ്യണ്ടേ? ആ സെയിം വെക്ടർ ആയിരിക്കും നമ്മുടെ ഡയറക്ഷൻ വെക്ടർ എന്നുള്ളത്, കാരണം പാരലൽ ലൈൻസിന്റെ ഡയറക്ഷൻ വെക്ടേഴ്സ് സെയിം ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും മനസ്സിലാവും. ഓക്കെ, ഡോണ്ട് വറി ഇൻ കേസ് മനസ്സിലായില്ലെങ്കിൽ. ആൻഡ് ഇഫ് യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ. ഓക്കെ, ഇനി ഈ സെയിം ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ആദ്യം ഫോർമുല നമുക്ക് പഠിക്കാം. ഫോർമുല എന്താണ്? എക്സ് മൈനസ് x1 upon a is equal to y minus y1 upon b is equal to z minus z1 upon c. ഈ ഒരു ഫോർമുലയാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ x1 y1 z1 എന്താ? പോയിന്റ് ആണ്. നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. സപ്പോസ് ദാറ്റ് എ ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് x1 y1 z1 and has the direction ratios a b c. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാവുന്നതാണ് ഈ ഫോർമുല ഉപയോഗിച്ച്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഫോർമുലാസ് പ്ലേ എ വെരി ഇമ്പോർട്ടന്റ് റോൾ. ഒരു പേപ്പർ എടുത്തിട്ട് വൃത്തിയായിട്ട് എല്ലാ ഫോർമുലാസും എഴുതി വെച്ച് നന്നായി റിവൈസ് ചെയ്താൽ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. ഓക്കെ, വെക്ടർ ഇക്വേഷൻ ആദ്യം പഠിക്കാം. നമ്മളിവിടെ എന്താ പഠിച്ചത്? വെക്ടർ ഇക്വേഷൻ ആണെങ്കിലും കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിലും ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതല്ലേ പഠിച്ചേ. ഇനി 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിലോ
രണ്ട് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ടൈംസ് വെക്ടർ ബി മൈനസ് വെക്ടർ എ. ഈ ഒരു ഫോർമുല എ അഗൈൻ പൊസിഷൻ വെക്ടർ ആണ്. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇവിടെ വെക്ടർ ഇക്വേഷൻ ആണ്. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരിക്കും? ഓഫ് 2 പോയിന്റ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് 1 പോയിന്റ് x minus x1 upon a y minus y1 upon b is equal to z minus z1 upon c. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പോയിന്റിന്റെ. രണ്ട് പോയിന്റിൽ കൂടെ ആകുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പഠിപ്പിച്ചില്ലേ നിങ്ങൾക്ക് ഡയറക്ഷൻ, രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ? x2 minus x1, y2 minus y1, z2 minus z1 അല്ലെ? അപ്പോ ഇവിടെ എയും ബിയും സിയും തന്നിട്ടുണ്ടാവില്ല, ഡയറക്ഷൻ റേഷ്യോസ് ഒന്നും ഉണ്ടാവില്ല. രണ്ട് പോയിന്റ്സ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ, ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാന്നേ. എങ്ങനെയാ? ഈ എ ബി സി, ഈ എ ബി സി ഇതിന് മൂന്നിനും പകരം എക്ക് പകരം എന്ത് കൊടുക്കുക? x2 minus x1 കൊടുക്കുക. ബിക്ക് പകരം എന്ത് കൊടുക്കുക? y2 minus y1 കൊടുക്കുക. സിക്ക് പകരം എന്ത് കൊടുക്കുക? z2 minus z1 കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ ഓഫ് എ ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും. വെക്ടർ ഇക്വേഷൻ ഒരു പോയിന്റിൽ കൂടെ ഉള്ളത് കണ്ടുപിടിക്കാം, രണ്ട് പോയിന്റുകളിൽ കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. നമ്മള് വെക്ടർ അൽജിബ്ര പഠിച്ചപ്പോ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും പഠിച്ചു. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റിലും ക്രോസ് പ്രൊഡക്റ്റിലും എന്താ എ ഡോട്ട് ബി, ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ മോഡുലസ് ഓഫ് വെക്ടർ ബി കോസ് തീറ്റ. ഈ ഒരു ഫോർമുലയിൽ നമ്മൾ കോസ് തീറ്റ കണ്ടുപിടിക്കുക. എ ഡോട്ട് ബി അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ എ മോഡുലസ് ഓഫ് വെക്ടർ ബി. അതാണ് വെക്ടർ ആൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ട്. 3D വരുമ്പോ ഇവിടെ നമുക്ക് കാണാം രണ്ട് ലൈൻസ് ഉണ്ട്. L1 ഒരു ലൈനാണ്, L2 വേറൊരു ലൈനാണ്. ഈ രണ്ട് ലൈനിന്റെയും ഇടയിൽ അവര് ഈ രണ്ട് ലൈൻ കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ അല്ലെ? അപ്പൊ ഈ തീറ്റ കണ്ടുപിടിക്കാനായിട്ട്, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല, നിങ്ങൾ എങ്ങനെയാ ഫോർമുല ഡിറൈവ് ചെയ്തതൊന്നും നോക്കണ്ട, ജസ്റ്റ് സ്റ്റഡി ദ ഫോർമുല അപ്ലൈ ഇറ്റ്. ഓക്കെ, ഇവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ കണ്ടുപിടിക്കാൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മോഡ്. Mode എന്തിനാണ്? because we take positive values of the angle. Okay, that's why we put this modulus function. Okay, which means that we'll get an answer which is positive. Okay, so in the formula a1 a2 plus b1 b2 plus c1 c2 upon under root a1 square plus b1 square plus c1 square into under root a2 square plus b2 square plus c2 square. ഇതാണ് എന്ത് ആംഗിൾ കണ്ടുപിടിക്കാൻ. A1 B1 C1ഉം A2 B2 C2ഉം ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഓക്കെ, ആ ലൈനിന്റെ. ഇനി if equations of two lines are given in, ഈ ഫോർമുല നമ്മൾ ഉപയോഗിക്കുക രണ്ട് ലൈനിന്റെ ഡയറക്ഷൻ, ഇത് ഡയറക്ഷൻ റേഷ്യോസ് ആണ്. അപ്പൊ ഏത് ഇക്വേഷനിലാണ്? കാർട്ടീഷ്യൻ ഇക്വേഷനിലാണോ വെക്ടർ ഇക്വേഷനിലാണോ ഡയറക്ഷൻ റേഷ്യോസ് വരുന്നത്? കാർട്ടീഷ്യനിലല്ലേ? അപ്പൊ നമ്മുടെ രണ്ട് ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓൾറെഡി നമുക്ക് തന്നുണ്ടോ? ഒരു ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നുണ്ടോ, അടുത്ത ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നുണ്ടോ? അങ്ങനെ രണ്ടിനും കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഫോർമുല ഉപയോഗിക്കും, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഈ ഒരു ഫോർമുല. ഇനി രണ്ട് ലൈൻസിന്റെ വെക്ടർ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ a1 പ്ലസ് ലാംഡ വെക്ടർ b1, അതുപോലെ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു a2 പ്ലസ് ലാംഡ വെക്ടർ മ്യൂ വെക്ടർ b2. സോറി, ഇവിടെ നമ്മൾ ലാംഡ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇവിടെ നമ്മൾ മ്യൂ ആണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ടു കോൺസ്റ്റന്റ്സ്. ഓക്കെ, ഇങ്ങനെ രണ്ട് വെക്ടർ ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഗൈൻ മോഡുലസ് ഓഫ് b1 ഡോട്ട് b2, ഡോട്ട് പ്രൊഡക്റ്റ് ഇട്ടാ b1നും b2ന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാം. നമ്മുടെ ഇപ്പോ 2iയും 3jയും 4kയും ആണ് ഒരു ലൈൻ, ഒരു b1 നേർക്ക് b2 എന്നുള്ളത്. സപ്പോസ് ദാറ്റ് 3i plus 4j plus 5k ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിനെയാണ് വിളിക്കുക 2 into 3. ഐന്റെ കോഎഫിഷ്യൻസ് അതുപോലെ ജെന്റെ കെന്റെ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താല്
നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടും. ഡോട്ട് പ്രൊഡക്റ്റ് ഒക്കെ വെക്ടർ ആൽജിബ്രയിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു അല്ലേ? മറന്നുവെങ്കിൽ യു ജസ്റ്റ് ഗോ ആൻഡ് റിവൈസ് ഫ്രം ദിയർ. ഓക്കെ. പിന്നെ മോഡുലസ് ഓഫ് വെക്ടർ ബി വൺ, മോഡുലസ് ഓഫ് വെക്ടർ ബി ടു. മോഡുലസ് ഓഫ് വെക്ടർ ബി വൺ എന്താ? ഇത് വെക്ടർ ആൽജിബ്രയിൽ പഠിച്ചതാ. മോഡുലസ് എന്താ? സപ്പോസ് ദാറ്റ് ഒരു ബി വൺ എന്നുള്ളത് വെക്ടർ, ബി വൺ എന്നുള്ള വെക്ടർ എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ് ആണെങ്കിൽ ബി വൺ എന്നുള്ളത് വെക്ടർ. അപ്പൊ മോഡുലസ് ഓഫ് ബി വൺ എന്താ? അണ്ടർ റൂട്ട് ഫുള്ള് റൂട്ടിൽ അണ്ടർ റൂട്ട് x1 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതാണ് മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ മോഡുലസ് ഓഫ് ബി വൺ അറിയാം, ബി ടു അറിയാം, കണ്ടുപിടിക്കാം. ഓക്കെ. സോ ഈ ഒരു ഫോർമുലയും യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. ഓൾറൈറ്റ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെഷനിൽ ആംഗിൾ വരെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ലേറ്റർ ഓൺ 3Dയിലെ നെക്സ്റ്റ് ലെക്ചറിൽ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്സും കവർ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ പ്ലെയിൻസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, ഇതൊക്കെ നമുക്ക് CBSEയുടെ സിലബസിൽ ഇല്ലല്ലോ. അപ്പൊ ഈ പ്ലെയിൻസും അതുപോലെ തന്നെ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ വൺസ് നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് lectures after that I would take it up because എല്ലാം കൂടെ നിങ്ങൾക്ക് ഒന്ന് മെസ്സപ്പ് ആവണ്ട. ഓക്കെ. So that's it for this class. So I hope it is very clear to you. If any doubts are there, you can reach out to me. All right. Thank you. Bye.